എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കറികളിൽ ഒന്നാണ് ഈ മുരിങ്ങയില കറി വയ്ക്കുന്നത്. പക്ഷേ അത് കഴിച്ചിട്ട് കുറേ നാളുകളായി. കുറച്ച് ദിവസം മുമ്പേ മാമിയുടെ അടുക്ക പോയപ്പോഴത്തേക്ക് കുറച്ച് മുരിങ്ങക്കമ്പൊക്കെ എടുത്തിട്ട് വന്നു. നമ്മുടെ പറമ്പിലും നട്ട് വളർത്താമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് മുരിങ്ങയിലയും കുറച്ച് മുരിങ്ങപ്പൂവൊക്കെ കിട്ടി. മുരിങ്ങപ്പൂ അന്ന് തന്നെ രാത്രിയിൽ തോരൻ വെച്ചു. മുരിങ്ങയില ഒരു ന്യൂസ് പേപ്പറിനകത്ത് കവർ ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ പിറ്റേന്ന് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എടുത്ത് കറി വയ്ക്കാൻ പറ്റും. ഈ നുള്ളി എടുക്കുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് ഇച്ചിരി ജോലിപ്പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇത് കറി വെക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി നല്ലവണ്ണം അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ മുരിങ്ങയിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കും. ഒരു 3-4 മിനിറ്റ് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറും. പിന്നെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് ഇളക്കിയെടുത്താൽ മതി. പിന്നെ തിളപ്പിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെയാണ് ഞാൻ കറി വയ്ക്കുന്നത്. ഇതല്ലാതെ സാമ്പാർ പരിപ്പൊക്കെ ഇട്ട് ഒഴിച്ചു കൂട്ടാൻ പോലെ വയ്ക്കും. പിന്നെ പയറൊക്കെ ചേർത്ത് തോരനാക്കി വയ്ക്കും. എല്ലാം ഇഷ്ടം തന്നെയാണ്. രാവിലെ ഞാനിത് കറി വെച്ചിട്ടാണ് പോയത്. രാത്രി അത്താഴത്തിനേക്കാണ് വിളമ്പിയത്. അപ്പോൾ അമ്മ കുറച്ച് ചീരത്തോരൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെത്തോലി വറുത്തതും കടുവും മാങ്ങയും മുരിങ്ങയിലക്കറിയുമായിരുന്നു അന്നത്തെ അത്താഴത്തിന് കറികൾ. മുരിങ്ങയില കൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ കമൻറ്റിലൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.